നമസ്കാരം. ട്രെൻഡിന് തുടങ്ങുന്ന പ്രധാന വാർത്തകൾ. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ സിബിഐക്ക് കനത്ത തിരിച്ചടി. അരവിന്ദ് കെജ്രിവാളിനെയും ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെയും പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. നടപടി ഡൽഹി റൌസ് അവന്യൂ കോടതിയുടേത്. ഗൂഢാലോചനയ്ക്കോ കുറ്റം ചെയ്തതിനോ തെളിവില്ലെന്ന് വിചാരണ കോടതി. സിബിഐ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ കേസെടുക്കാൻ ഉത്തരവ്. സത്യം ജയിച്ചുവെന്ന് പൊട്ടിക്കരഞ്ഞ് കെജ്രിവാൾ. സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ. ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകുമെന്ന് ഉറപ്പ് നൽകിയിട്ടും സർക്കാർ വഞ്ചിച്ചെന്ന് KGM-CTA. ഡോക്ടർമാരുടെ OP ബഹിഷ്കരണ സമരം 12ാം ദിനം. തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ 3ാം മുറ. 4 പോലീസുകാർ കുറ്റക്കാരെന്ന് റിപ്പോർട്ട്. ഗ്രേഡ് SI ഉൾപ്പെടെ 4 പേരെയും സസ്പെൻഡ് ചെയ്തു. ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടിക്കും സാധ്യത. പ്രതിയുടെ അറസ്റ്റ് രേഖകളിലും സംശയം. ബൈക്ക് മോഷണ കേസിലെ പ്രതികളെ പോലീസ് മർദ്ദിച്ചതായാണ് പരാതി. സർക്കാർ ജീവനക്കാരുടെ സ്പാർക്ക് വിവരം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചോർത്തിയെന്ന ആരോപണം കൂടുതൽ വിവാദങ്ങളിലേക്ക്. കേസിൽ ഹൈക്കോടതി ഇന്ന് ഹർജി പരിഗണിക്കും. സംഭവത്തിൽ പുതിയ തെളിവുകൾ പുറത്തുവിട്ട് രമേശ് ചെന്നിത്തല. സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ വിവരങ്ങൾ ചോർന്നുവെന്നും പരാതി. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കാട്ടാന ആക്രമണം. കണ്ണൂർ ആറളം ഫാമിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടു. മരിച്ചത് 10ാം ബ്ലോക്കിലെ അനീഷ്. സംഭവം പുലർച്ചെ 4 മണിയോടെ. വീട്ടുമുറ്റത്ത് നിൽക്കുകയായിരുന്ന അനീഷിന് നേരെ കാട്ടാന പാഞ്ഞെടുത്തു. വിവാദ ചിത്രം ദി കേരള സ്റ്റോറി 2 ബുക്കിംഗ് ആരംഭിച്ച അണിയറ പ്രവർത്തകർ. പശ്ചിമ ബംഗാളിലെ തിയേറ്ററിലാണ് ബുക്കിംഗ്. സ്റ്റേ നിലനിൽക്കെയാണ് നീക്കം. കേരളത്തിൽ സിനിമ 2 ആഴ്ചത്തേക്ക് സ്റ്റേ ചെയ്ത സിംഗിൾ ബെഞ്ചിനെതിരായ അപ്പീലിൽ ഇന്ന് ഡിവിഷൻ ബെഞ്ച് വിധി പറയും. സിംഗിൾ ബെഞ്ച് നടപടിക്ക് പിന്നാലെ നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. വിശദമായ വാർത്തകളിലേക്ക്. സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ. ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകുമെന്ന് ഉറപ്പ് നൽകിയിട്ടും സർക്കാർ വഞ്ചിച്ചെന്നും KGM-CTA കുറ്റപ്പെടുത്തി. ആശുപത്രികളിലെ കുറവ് അറിയിക്കാതെ പൊതുജനത്തിന് ചികിത്സ ഉറപ്പാക്കിയ ഡോക്ടർമാരെ സർക്കാർ പറ്റിച്ചു. ഉന്നയിക്കപ്പെട്ട ആവശ്യങ്ങളിൽ പരിഹാരമുണ്ടാകും വരെ സമരം തുടരും. മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ KGM-CTA ഇന്ന് പ്രതിഷേധ ധർണ നടത്തി. ഡോക്ടർമാരുടെ OP ബഹിഷ്കരണ സമരം ഇന്ന് 12ാം ദിനമാണ്. അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയ മുടങ്ങിയിട്ട് ഇന്ന് 8ാം ദിനം. ചർച്ച ഉണ്ടാകും എന്നാണ് പറഞ്ഞിരുന്നത്. അത് ഒരു ഇന്റേണൽ ആയിട്ടുള്ള ഒരു ചർച്ചയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അതിൽ ഞങ്ങൾക്ക് പിന്നീട് അറിയിപ്പൊന്നും കിട്ടിയില്ല. ചർച്ച നടന്നതായിട്ട് അറിവുമില്ല. ഞങ്ങൾ എന്തായാലും സമരം ഇന്റൻസിഫൈ ചെയ്യാണ്. ഈ രീതിയിൽ തന്നെ പോകും. ഇത്രയധികം ദിവസം OPയും സർജറിയും ഒന്നുമില്ലാതെ മെഡിക്കൽ കോളേജുകൾ പ്രവർത്തിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രശ്നം നിലനിൽക്കുമ്പോൾ സർക്കാർ ഇടപെടാതിരിക്കുന്നത് പൊതുജനങ്ങളോടുള്ള വെല്ലുവിളി തന്നെയായിട്ട് എടുക്കേണ്ടി വരും. കാരണം ഞങ്ങൾ അടിയന്തര ശസ്ത്രക്രിയകളോ ചികിത്സകളോ ഒന്നും തന്നെ മുടക്കിയിട്ടില്ല. ആ രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുമില്ല. ഈ ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് നൽകിയ ഉറപ്പ് പാലിക്കപ്പെടുന്നില്ല. അത് തീർച്ചയായും ഞങ്ങൾക്ക് തന്നേ മതിയാവുള്ളൂ. അതിലൊരു പരിഹാരം ഉണ്ടായേ മതിയാവും. ഞങ്ങൾക്ക് ഇത്രയും നാള് ഞങ്ങൾ ഈ ഒരു OPയും സർജറിയും ഒക്കെ ബഹിഷ്കരിച്ച് പോകണമെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു സ്വാഭിമാനത്തിന്റെയും കൂടെ പ്രശ്നമാണ്. ഞങ്ങൾ കേവലം ഞങ്ങൾക്ക് ശമ്പളം കൂട്ടിത്തരാനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ അലവൻസ് തരാനോ, കോവിഡിന് വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഈ ലോകം മുഴുവൻ റെസിഡൻസിന് ഉൾപ്പെടെ അലവൻസസ് കൊടുത്തിട്ടുണ്ട്. അപ്പോഴും കേരളത്തിൽ നമ്മൾ ഇതൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. കേരളത്തിൽ ഉള്ള ഫെസിലിറ്റീസ് വെച്ച് ഇത്രയധികം ഭംഗിയായി, ശരിക്കും പറഞ്ഞാൽ നമ്മൾ വേൾഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം മോർബിഡിറ്റി മോർട്ടാലിറ്റിയും കുറച്ച് ഇത്രയധികം നല്ല ചികിത്സ നൽകാൻ കഴിഞ്ഞത് ഇവിടുത്തെ മെഡിക്കൽ കോളേജുകൾ രാപ്പകലില്ലാതെ വർക്ക് ചെയ്തത് കൊണ്ടാണ്. അപ്പൊ അവിടെ ഈ ഡോക്ടർമാരെ, ഇത്രയധികം വർക്ക് ചെയ്ത ഡോക്ടർമാരെ ശരിക്കും പറഞ്ഞാൽ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള ഒരു പരാതി തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പൊ ആ പരാതിയിൽ നിന്നാണ് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സമരത്തിലേക്ക് പോകാനുള്ള എനർജിയും വന്നിട്ടുള്ളത്. ചർച്ച ഉണ്ടാകുമെന്നാണ്. സജാദ് ഉണ്ട് വിശദാംശങ്ങളുമായി. സജാദ്, ഇന്ന് ആരോഗ്യമന്ത്രിയുമായിട്ടുള്ള ചർച്ചയായിരുന്നു പറഞ്ഞിരുന്നത്.
അത് ചർച്ച നടന്നിട്ടില്ല എന്ന് വേണ്ടി മനസ്സിലാക്കാൻ. കാരണം നമുക്കറിയാം ആരോഗ്യമന്ത്രി ഇപ്പോൾ ആശുപത്രിയിലാണല്ലോ. അപ്പോൾ ആ കാരണമാണോ ഇപ്പോൾ ഈ ഈ ചർച്ച നടക്കാത്തതിൻ്റെ ഒരു കാരണമായി പറയുന്നത്? ഇവർ ഇനി സമരവുമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് തന്നെ വേണോ മനസ്സിലാക്കാൻ? നിത, സർക്കാർ വഞ്ചിച്ചു, ഡോക്ടർമാരെ വഞ്ചിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. സർക്കാർ പറഞ്ഞ വാക്കിൽ നിന്നും പിറകോട്ട് പോയി, ഉറപ്പുകളൊന്നും പാലിച്ചിട്ടില്ല. സമരം ശക്തമായി തുടരുമെന്നും ശമ്പള കുടിശ്ശിക തരുന്നവരെ സമരം ശക്തമായി മുന്നോട്ട് പോകുമെന്നും ഇപ്പോൾ ഡോക്ടർമാരുടെ സംഘടനകൾ അറിയിക്കുന്നുണ്ട്. സമരത്തിൽ നിന്നും പിന്നോട്ടില്ല. ഡോക്ടർമാരുടെ ശമ്പള പരിഷ്കരണ കുറിച്ച് ഉറപ്പു നൽകും വരെ സമരം. അത് ഇതുവരെയുള്ള സമരത്തിൽ സർക്കാർ മുഖം തിരിച്ചു നിൽക്കുകയായിരുന്നു. സർക്കാർ ഈ ഡോക്ടർമാരെ വഞ്ചിക്കുകയും ചെയ്തുവെന്ന് സർക്കാരിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സർക്കാരിനെതിരെ വളരെ രൂക്ഷമായ ഭാഷയിലാണ് ഇപ്പോൾ ഡോക്ടർമാരുടെ സംഘടനകൾ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ഇനി എത്ര സമരം ചെയ്താലും ഇവർ സർക്കാർ തിരിച്ചു നോക്കുന്നില്ല എന്നുള്ള ഒരു രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചിരിക്കുന്നത്. മാത്രമല്ല, കോടതി വിധി വന്നാൽ പോലും സർക്കാർ അപ്പീൽ പോവുകയാണെന്നും അതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ എത്തുന്ന ഈ രോഗികളുടെ ഒരു ബുദ്ധിമുട്ട് സർക്കാർ മനസ്സിലാക്കുന്നില്ല എന്നുമൊക്കെയാണ് ഇപ്പോൾ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഡോക്ടർമാരുടെ സംഘടനകൾ പറയുന്നത്. ഇപ്പോൾ OP ബഹിഷ്കരണം നടന്നിട്ട് ഇന്ന് 12ാം ദിവസമാണ്. അത് മാത്രമല്ല, അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയ മുടങ്ങിയിട്ട് ഇന്ന് 8ാം ദിവസമാണ്. അങ്ങനെ മെഡിക്കൽ കോളേജും സർക്കാർ ആശുപത്രികളൊക്കെ വളരെ ദുരവസ്ഥ നേരിടുന്ന സമയത്താണ് സർക്കാരും പോരടിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഈ മാർച്ച് ആദ്യവാരം ഇലക്ഷൻ പ്രഖ്യാപിക്കും. നോട്ടിഫിക്കേഷൻ വന്നാൽ പിന്നെ ഇത് ബാക്കിയുള്ള ശമ്പള പരിഷ്കരണവും മറ്റ് ചർച്ചകളൊന്നും തന്നെ നടക്കില്ല. ഇതും അവർ പറയുന്നുണ്ട്. ഇനി എത്ര ഇലക്ഷൻ വന്നാലും സമരം ശക്തമായി മുന്നോട്ട് പോകുമെന്നും നമ്മൾ പിന്നോട്ട് കാല് വെക്കില്ല എന്നുമാണ് ഡോക്ടർമാരുടെ സംഘടനകൾ അടിവരയിട്ട് പറയുന്നത്. ഇന്ന് ഇപ്പോൾ സർക്കാർ മുഖം തിരിച്ചിരിക്കുന്നു, ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല. സമരം ചെയ്യുന്ന ഡോക്ടർമാർക്ക് അല്ലെങ്കിൽ സമരം ചെയ്യുന്നവരോട് സർക്കാർ പുച്ഛമാണെന്നും ഈ സംഘടന വളരെ രൂക്ഷമായ ഭാഷയിൽ പറയുന്നുണ്ട്. 32ാം ദിവസമാണ് ഇന്ന് ഇവിടെ ഷെഡ് കെട്ടിയിട്ടുള്ള സമരം നടക്കുന്നത്. ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും ഡോക്ടർമാർ ഇത്തരത്തിലൊരു സമര രീതി അഭ്യസിച്ചിട്ടുണ്ടോ എന്നും ഇത് കണ്ടില്ല എന്നെങ്ങനെ സർക്കാർ നടിക്കുന്നു എന്നൊക്കെയാണ് ഈ ഡോക്ടർമാരുടെ സംഘടന ചോദിക്കുന്നത്. ഏതായാലും ഇപ്പോൾ വളരെ പരിതാപകരമാണ്. മെഡിക്കൽ കോളേജുകളെയും മറ്റ് സർക്കാർ ആശുപത്രികളുടെയും പ്രവർത്തനങ്ങൾ. അടിയന്തരമല്ലാത്ത ഒരു സേവനവും ഇപ്പോൾ ലഭ്യമല്ല. ഇനി അതും നിർത്തേണ്ടി വന്നാൽ അതും നിർത്തുമെന്നുള്ള ഒരു ഭീഷണിയും ഇപ്പോൾ ഡോക്ടർമാർ മുഴക്കുന്നുണ്ട്. നമുക്കറിയാം, 400 കോടി രൂപയാണ് ഇപ്പോൾ സർക്കാർ ഇവർക്ക് നേരത്തെ കോവിഡ് ഇനത്തിൽ ഉള്ള ശമ്പളത്തിന്റെ പരിഷ്കരണം മുതൽ ഇങ്ങോട്ട് കൊടുക്കാനുള്ളത്. വളരെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് നേരിടുന്ന അവസ്ഥ സർക്കാരുണ്ട്. ആ അവസ്ഥയിലാണ് 400 കോടി രൂപ സർക്കാർ എങ്ങനെ കൊടുക്കുമെന്നുള്ളതും ആശങ്കയാണ്. എന്നാൽ ഇവർ പറയുന്നത് അത്രയും തുക കിട്ടാനുണ്ട്, പക്ഷേ ചർച്ചയിലൂടെ കുറച്ചെങ്കിലും തന്നാൽ ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കാമെന്നുള്ള സർക്കാർ പറഞ്ഞിട്ട് മുഖം തിരിച്ചു നിൽക്കുന്നു. അപ്പോൾ ഇത് എന്ത് ചെയ്യാനാണ്? രോഗികളുടെ കാര്യത്തിൽ സർക്കാരിന് ഒന്നും ചെയ്യാനില്ല. ഡോക്ടർമാർ വോട്ട് ബാങ്ക് അല്ല എന്നുള്ളതാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ. അതുകൊണ്ടാണ് ഈ സമരത്തിനോട് പുച്ഛവും മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു സമീപനവും ഇപ്പോൾ സർക്കാർ കാണിക്കുന്നതാണ് ഡോക്ടർമാരുടെ സംഘടന ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. സജാദ്, ഈ പറഞ്ഞതുപോലെ ഈ ശസ്ത്രക്രിയ മുടങ്ങിയിട്ടും അതുപോലെ തന്നെ ഈ OP ബഹിഷ്കരിച്ചുമൊക്കെ ദിവസങ്ങളായി, 12ഉം 8ഉം ഒക്കെ ദിവസങ്ങളായി. ഇനിയും ഇത്തരത്തിൽ തന്നെ തുടരുക എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണോ ഇവരെത്തുന്നത്? അതോ കൂടുതൽ ഡോക്ടർമാർ കൂടി ഈ ഒരു സമരത്തിന്റെ ഭാഗമാകുമെന്ന് കരുതേണ്ടി വരുമോ? അങ്ങനെ ആകുമ്പോൾ രോഗികൾ വലിയ രീതിയിൽ തന്നെ വലയുമെന്നുള്ള കാര്യം ഉറപ്പല്ലേ? തീർച്ചയായിട്ടും കൂടുതൽ ഡോക്ടർമാരും കൂടുതൽ ഈ IMA പോലുള്ള സംഘടനകളൊക്കെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയ ഇപ്പോൾ മുടങ്ങി. വരും ദിവസങ്ങളിൽ അതും മുടക്കേണ്ട സാഹചര്യം ഡോക്ടർമാരുടെ എത്തിക്സിന് ചേരാത്ത സംഭവമാണെങ്കിലും അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ പോരാടും എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ തന്നെ രോഗികളുടെ കഷ്ടമായ കാലഘട്ടമാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. പൊതുവെ ആരോഗ്യവകുപ്പിന്റെ കഷ്ടകാലഘട്ടമാണ്. ഇപ്പോൾ അതിരൂക്ഷമായ പ്രശ്നങ്ങൾ വരും. കാരണം രോഗികൾ വന്ന് മടങ്ങുന്നു. അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകൾ നേരത്തെ 6 മാസവും 7 മാസവും 1 വർഷം വരെയൊക്കെ ഡേറ്റ് ഇട്ട് കൊടുത്ത സർജറികൾ മുടങ്ങുന്ന ഒരവസ്ഥ ഇപ്പോൾ ഉണ്ടായി. ഇനിയും സമരം മുന്നോട്ട് പോയാൽ അതിരൂക്ഷമായ പ്രശ്നങ്ങൾ ആരോഗ്യ വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും ഡോക്ടർമാരുടെ ഭാഗത്ത് ആശുപത്രി ഭാഗത്തു നിന്നുണ്ടാവും. രോഗികൾ വലയുന്ന അവസ്ഥ സാധാരണക്കാരെ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജ് പോലുള്ള ആശുപത്രികൾ വളരെ ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന അവസ്ഥയാണുള്ളത്. ഇത് സജാദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ ശമ്പള കുടിശ്ശിക അനുവദിക്കണമെന്ന് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ സംസ്ഥാനമാകെ തന്നെ ഈ സമരം ചെയ്യുന്നത്. അത് വലിയ രീതിയിൽ തന്നെ ഈ പറഞ്ഞതുപോലെ രോഗികളെ വലയ്ക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്.
പക്ഷേ ഡോക്ടർമാരുടെ ഈ ആവശ്യം വളരെ ന്യായം തന്നെയാണ്. ഈ ശമ്പള കുടിശ്ശിക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അനുവദിക്കണമെന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു അസുഖം വരുമ്പോൾ നമ്മൾ ഓടിപ്പോകുന്നത് ആശുപത്രികളിലേക്കാണ്. അവിടുത്തെ ഡോക്ടർമാർ തന്നെയാണ് നമ്മളുടെ ജീവൻ രക്ഷിക്കുന്നവർ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സർക്കാരിൻ്റെ പരിഗണനയിൽ വരേണ്ട വിഷയങ്ങൾ തന്നെയാണ്. ഇന്നൊരു ചർച്ച പറഞ്ഞിരുന്നതാണ്, ഒരു സമവായത്തിലേക്ക് എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിലേക്കൊന്നും കാര്യങ്ങൾ പോയിട്ടില്ല. ഇതുവരെയും ചർച്ചയിലെ കാര്യങ്ങളിലേക്കൊന്നും ഒരു തീരുമാനമായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അങ്ങനെയാവുമ്പോൾ കൃത്യമായി തന്നെ ഇനിയും പ്രതിഷേധവുമായി മുന്നോട്ട് പോവുക തന്നെയാകും ചെയ്യുക. വേറെ ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ KGM-CT പ്രസിഡന്റ് ഡോക്ടർ റോസ്നാര ബീഗം ചേരുന്നുണ്ട്. നമസ്കാരം ഡോക്ടർ. ഈ പ്രതിഷേധ സമരമൊക്കെ ഇങ്ങനെ തുടരുകയാണ്. ഇന്നിപ്പോൾ ചർച്ചയൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അങ്ങനെയാകുമ്പോൾ ഇനിയും തുടർന്നും ഈ പ്രതിഷേധം പോകുമെന്ന് വേണ്ടേ കരുതാൻ? അതെ, ഞങ്ങൾക്ക് വേറെ വഴിയില്ല. തികച്ചും ന്യായമായ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സമരത്തിന് ഇറങ്ങിയത്. അപ്പോൾ ഒരു ചർച്ചയ്ക്ക് പോലും സർക്കാർ തയ്യാറാവുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്ക് സമരവുമായി മുന്നോട്ട് പോവുകയേ നിവർത്തിയുള്ളൂ. അതാണ്, ഇന്നിപ്പോൾ ചർച്ച നടത്താനിരുന്നതാണ്. ആരോഗ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ഉണ്ടായിരുന്നു ചർച്ചയ്ക്കെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് ഇതിൽ പറയുന്നത്? ഈ പറഞ്ഞതുപോലെ ആരോഗ്യമന്ത്രി ആശുപത്രിയിലാണ്, അത് അക്കാരണം തന്നെയാണോ ഇന്നത്തെ ഈ ഒരു ചർച്ച നടക്കാതിരിക്കാനുള്ള കാരണമായി പറയുന്നത്? അല്ല, അതൊരു ഇന്റേണലായിട്ട് ഫൈനാൻസ് മിനിസ്റ്ററും സെക്രട്ടറിമാരും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ചർച്ചയാണ് പറഞ്ഞിരുന്നത് ഇന്നലെ. പക്ഷെ അതെന്തുകൊണ്ട് നടന്നില്ല എന്നോ മാറ്റിവെച്ചിരിക്കുന്നോ ഒന്നും ഞങ്ങളെ അറിയിച്ചിട്ടില്ല. ഇനി എങ്ങനെയാണ് ഈ ഒരു സമരത്തിന്റെ രീതി എങ്ങനെയാകും? കാരണം കൂടുതൽ ഡോക്ടർമാർ പിന്തുണയുമായി എത്തുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും കൂടിയുള്ളൊരു ബഹിഷ്കരണത്തിലേക്ക് തന്നെയാണോ പോകുന്നത്? അതെ, ഞങ്ങൾ എന്തായാലും ഇപ്പൊ OP ബഹിഷ്കരണവും ഇലക്ടീവ്സ് ബഹിഷ്കരണവും കണ്ടിന്യൂ ചെയ്യാണ്. ഇലക്ടീവ് സർജറീസ് ഒന്നും തന്നെ നടക്കുന്നില്ല. അപ്പൊ അത് കണ്ടിന്യൂ ചെയ്യും. അക്കാഡമിക് ബോയ്ക്കോട്ടും നടക്കുന്നുണ്ട്. കുട്ടികളുടെ ക്ലാസ്സുകളൊന്നും തന്നെ നടക്കുന്നില്ല. ഇന്റേണൽ അസസ്മെന്റ് എക്സാംസ് ഒന്നും നടക്കുന്നില്ല. ആ രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ ഇനിയും ഒരു ചർച്ചയോ തീരുമാനങ്ങളോ ഒന്നും ഉണ്ടായില്ലെങ്കിൽ തുടർന്ന് അടുത്ത ഒരു രീതിയിലേക്ക് ഞങ്ങൾക്ക് പോകേണ്ടി വരും. അപ്പോൾ ഞങ്ങളുടെ അധിക ചുമതലകളിലൊക്കെ ബഹിഷ്കരിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ളൊരു വില്ലിങ്നെസ് കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ തീരുമാനം ഞങ്ങൾ ഉടനെ അറിയിക്കുന്നതായിരിക്കും. ഈ പറഞ്ഞതുപോലെ ഡോക്ടർ നേരത്തെ പ്രതികരിച്ചപ്പോൾ ഞാൻ കേട്ടു, ഈ രോഗികളുടെ ഈ ഒരു OP പോലും ബഹിഷ്കരിച്ചുകൊണ്ട് നടത്തേണ്ടി വന്നൊരു ഗതികേട്, അങ്ങനെ ഒരു സമരത്തിലേക്ക് പോകേണ്ടി വന്നത്. അതൊരു നമുക്കറിയാം, രോഗികളെ കൃത്യമായി തന്നെ പരിപാലിക്കേണ്ട ഡോക്ടർമാർക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് പോകണമെങ്കിൽ തികച്ചും ന്യായമായ കാര്യം തന്നെയാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്, അതിലൊരു തർക്കവുമില്ല. പക്ഷേ ഈ രോഗികളെ സംബന്ധിച്ച് അവർക്ക് എന്തെങ്കിലും ഒരു ബദൽ സംവിധാനം ആശുപത്രികളിൽ ഉണ്ടോ? ഇവിടെ അത്യാഹിത വിഭാഗവും IP കെയറും എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. മുടക്കമില്ലാതെ അടിയന്തര ശസ്ത്രക്രിയകളും ICUകളും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു അടിയന്തര പ്രാധാന്യമുള്ള ചികിത്സയൊന്നും നിഷേധിക്കപ്പെടുന്നതേയില്ല. പിന്നെ ഇവിടെ സമരത്തിലാണെങ്കിലും ഡോക്ടർമാർ ഡ്യൂട്ടി അവേഴ്സ് എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും അത് അറ്റൻഡ് ചെയ്യാനായിട്ടും ഇവിടെ ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ ഒരു രോഗികൾക്ക് ഭയക്കേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സർവീസ്, അതായത് ഇലക്ടീവ് സർജറീസ് 50 മുതൽ 80 വരെ നടന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലത്താണ് 5ഉം 8ഉം ഒക്കെ നടക്കുന്നതെന്ന് ആലോചിക്കണം. നമ്മുടെ ലിസ്റ്റുകളൊക്കെ നീണ്ടുപോകും. പിന്നീടും ഇത് ചെയ്യേണ്ടത് ഞങ്ങൾ തന്നെയാണെന്നുള്ളത് ഞങ്ങൾക്കും കൃത്യമായിട്ട് അറിയാം. പക്ഷെ ഞങ്ങൾക്ക് വേറെ ഒരു വഴിയുമില്ല, ഞങ്ങൾ ഇതിലേക്ക് തള്ളിവിടുകയാണ് ഉണ്ടായത്. നാളിതുവരെ കേരളത്തിൽ ഇങ്ങനൊരു സ്ഥിതി ഉണ്ടായിട്ടില്ല. ഇങ്ങനൊരു സമരത്തിലേക്ക് പോകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. അതാണ്. എന്തായാലും വളരെ നന്ദി ഡോക്ടർ പ്രതികരിച്ചതിന്. കൃത്യമായി തന്നെ സർക്കാരിൻ്റെ മുമ്പിൽ ആവശ്യങ്ങൾ ഉന്നയിച്ചതാണ്. അതിലൊന്നും ഒരു സമവായത്തിലേക്കോ അതിലൊരു പരിഹാരത്തിലേക്കോ കടക്കാത്ത പക്ഷം തന്നെയാണ് ഈ സമരവുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ KGMOയുടെ പ്രസിഡന്റ് ഡോക്ടർ PK സുനിൽ കൂടി ചേരുകയാണ്. നമസ്കാരം ഡോക്ടർ. ഈ ഡോക്ടർമാരുടെ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു സമരം അതിങ്ങനെ തുടരുകയാണ്. ഇന്നിപ്പോൾ ചർച്ച നടന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇനിയും സമരവുമായി മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് അറിയുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ വരുന്ന രോഗികൾ അവർക്ക് ഏതൊക്കെ തരത്തിലാകും ഈ പ്രതിഷേധം അവരെ ബാധിക്കുക എന്നുള്ളൊരു കാര്യം കൂടിയില്ലേ? ഹലോ ഡോക്ടർ, കേൾക്കാമോ? കേൾക്കാം. നമ്മളിപ്പോ നിലവിൽ കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിയും DHSുമായും ഒക്കെ നടത്തിയ ചർച്ച, അതുപോലെ കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി ഒക്കെ ആയിട്ട് സംസാരിച്ച് നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ രോഗി പരിചരണം
ഒഴികെയുള്ള നിസ്സഹകരണ സമരം, അതായത് രോഗി പരിചരണത്തിന് യാതൊരു തടസ്സവും ഉണ്ടാവില്ല, മറ്റു ട്രെയിനിങ്ങുകൾ അടക്കമുള്ള അതർ ഡ്യൂട്ടീസ് ബഹിഷ്കരിച്ചുകൊണ്ടുള്ള സമരവുമായിട്ട് ഇപ്പോൾ തിരുവനന്തപുരം ജില്ല KJMOയുടെ തിരുവനന്തപുരം ജില്ലാ ഘടകം മുന്നോട്ട് പോവുകയാണ്. ഒരു OP ബഹിഷ്കരണം നടന്നിരുന്നു നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലും. അതുപോലെ തന്നെ ഒരൊറ്റ ദിവസം കഴിഞ്ഞ ചൊവ്വാഴ്ച തിരുവനന്തപുരം ജില്ല മുഴുവനും OPകൾ ബഹിഷ്കരിച്ച് സമരം നടന്നിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ നിർദ്ദേശം നമുക്ക് കിട്ടിയ ഉറപ്പുകളുടെ അടിസ്ഥാനത്തിൽ ഒന്ന്, അവിടെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നടന്ന അക്രമ സംഭവത്തിൽ പ്രതികളായിട്ടുള്ള ആളുകളെ ഉടനടി അറസ്റ്റ് ചെയ്യും എന്നൊരു ഉറപ്പ് കിട്ടി. അതിൽ ഏതാനും പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ എക്സ്പെർട്ട് കമ്മിറ്റി റിപ്പോർട്ട് കിട്ടുന്നതിനനുസരിച്ച് അവിടുത്തെ ആ ഗൈനക്കോളജിസ്റ്റിനെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ ഒരു പുനഃപരിശോധന ഉണ്ടാകും എന്നൊരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു ആവശ്യമായിരുന്നു, ഇത്തരത്തിൽ ഓരോ സങ്കീർണതകൾ ഉണ്ടാകുമ്പോഴും അതൊരു ചികിത്സാ പിഴവ് എന്നുള്ള രീതിയിൽ ആരോപണം വരികയും അതിൽ ഡിപ്പാർട്ട്മെന്റ് തല നടപടികൾ പലപ്പോഴും ആ ജനരോഷത്തെ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ ആ പ്രതിഷേധത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായി പോകുന്നു അതിലുള്ള നടപടികൾ എന്നൊരു ആശങ്ക ഞങ്ങൾക്കുണ്ട്. അപ്പൊ അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു പ്രോട്ടോകോൾ രൂപീകരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അക്കാര്യത്തിലും ഒരു അനുഭവത്തോടു കൂടിയിട്ടുള്ള ഒരു പ്രതികരണമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ സാഹചര്യത്തിൽ ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ച OP ബഹിഷ്കരണം ഉൾപ്പെടെയുള്ള സമരമാർഗങ്ങൾ തൽക്കാലത്തേക്ക് നിർത്തിവെച്ച് നിസ്സഹകരണ സമരവുമായി മുന്നോട്ട് പോവുകയാണ്. അടുത്ത തന്നെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇതിലൊരു കൃത്യമായ നടപടി തീരുമാനം ഉണ്ടായില്ലെങ്കിൽ സ്വാഭാവികമായും ഞങ്ങൾക്ക് നീതി ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാന തലത്തിലേക്ക് സമരം വ്യാപിക്കേണ്ടി വരാം. അതാണ് ഇന്നിപ്പോൾ ഈ OP ബഹിഷ്കരണം 12ാമത്തെ ദിവസമാണ്. അതുപോലെ തന്നെ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയ മുടങ്ങിയിട്ട് 8 ദിവസമായി. അപ്പോൾ ഇനിയും വരും ദിവസങ്ങളിലും ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ചർച്ച ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ അതുവരെ ഈ സമരം കടുപ്പിക്കാൻ തന്നെയല്ലേ തീരുമാനം? അത് ഏത് രീതിയിലുള്ള ഒരു സമരത്തിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനമുണ്ടോ? അല്ല, ഈ തുടർച്ചയായ OP ബഹിഷ്കരണം എനിക്ക് തോന്നുന്നു അത് മെഡിക്കൽ കോളേജ് ഡോക്ടേഴ്സിന്റെ കാര്യമാണ് പറയുന്നത്. ഞങ്ങൾ അല്ല, അത് മറ്റൊരു വശം ഞാൻ പറഞ്ഞ ഞങ്ങൾ KJMO നടത്തി വരുന്ന സമരത്തെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. ശരി, എന്തായാലും ഈ ഡോക്ടർമാർ പ്രതിഷേധിക്കുന്നു എന്ന് പറയുമ്പോൾ അത് രോഗികളെ തന്നെയാണ് ബാധിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കണം. പക്ഷേ ഡോക്ടർമാരുടെ ആവശ്യങ്ങളും അവർ പറയുന്ന കാര്യങ്ങളും വളരെ ന്യായമാണ് എന്നുള്ള കാര്യം മറച്ചു വെക്കുന്നില്ല. സർക്കാർ കൃത്യമായി തന്നെ ഇതിലൊരു മറുപടി ഉണ്ടാകട്ടെ, ഒരു നടപടി ഉണ്ടാകട്ടെ എന്ന് തന്നെ കരുതാം. വളരെ നന്ദി ഡോക്ടർ പ്രതികരിച്ചതിന്. താങ്ക് യു. ഇടവേള. ഇന്നു മുതൽ ട്രെയിൻ ടിക്കറ്റ് നിരക്കുകളിൽ മാറ്റം വരുന്നു. മെയിൽ, എക്സ്പ്രസ് വിഭാഗങ്ങളിലെ non-AC, AC കോച്ചിലെ നിരക്കുകളാണ് ഉയർന്നത്. കിലോമീറ്ററിന് 2 പൈസ കൂടും. non-AC കോച്ചിലെ യാത്രയ്ക്ക് 500 കിലോമീറ്ററിന് 10 രൂപ അധികം നൽകണം. ഓർഡിനറി non-AC സർവീസുകൾക്ക് വ്യത്യസ്ത ദൂര സ്ലാബുകളിലാണ് നിരക്കുകൾ. 215 കിലോമീറ്ററിൽ കൂടുതലുള്ള ഓർഡിനറി ക്ലാസ് യാത്രയ്ക്ക് കിലോമീറ്ററിന് 1 പൈസയും മെയിൽ, എക്സ്പ്രസ്, non-AC ക്ലാസ് യാത്രയ്ക്ക് കിലോമീറ്ററിന് 2 പൈസയും കൂടും. മെയിൽ, എക്സ്പ്രസ്, AC ക്ലാസ് 2 പൈസയും AC അല്ലാത്ത 500 കിലോമീറ്റർ യാത്രയ്ക്ക് 10 രൂപയുമാണ് വർദ്ധിക്കുന്നത്. രാജധാനി, ശതാബ്ദി, തുരന്തോ, വന്ദേ ഭാരത്, ഗരീബ് രഥ്, ജൻശതാബ്ദി, അമൃത് ഭാരത്, അന്ത്യോദയ, സബർബൻ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന ട്രെയിൻ സർവീസുകളുടെ അടിസ്ഥാന നിരക്കുകളിലും മാറ്റമുണ്ട്. സബർബൻ ട്രെയിൻ സർവീസുകളെയും സീസൺ ടിക്കറ്റുകളെയും നിരക്ക് വർധന ബാധിക്കില്ല. ഓർഡിനറി ക്ലാസ്സിൽ 215 കിലോമീറ്റർ വരെയുള്ള യാത്രകൾക്കും നിരക്ക് വർദ്ധിക്കില്ല. റിസർവേഷൻ ഫീസ്, സൂപ്പർഫാസ്റ്റ് സർചാർജുകൾ ഉൾപ്പെടെയുള്ള അനുബന്ധ ചാർജുകൾ, GST നിയമങ്ങളും തുടരും. എന്നാൽ നിരക്ക് വർധന നിലവിൽ വരുന്നതിന് മുൻപ് ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് അധിക തുക നൽകേണ്ട. നേരത്തെ ബുക്ക് ചെയ്ത ടിക്കറ്റ് ഉള്ളവർക്ക് ഡിസംബർ 26 ശേഷമുള്ള യാത്രയ്ക്ക് അധിക തുക നൽകാതെ തന്നെ യാത്ര ചെയ്യാം. അതേസമയം ഇന്നു മുതൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ലഭിക്കുന്ന ടിക്കറ്റിനും TT അനുവദിക്കുന്ന ടിക്കറ്റിനും ഉയർന്ന നിരക്ക് നൽകണം. വാർത്തകൾ തുടരുന്നു. സ്കൂൾ കെട്ടിടത്തിന്റെ സൺഷെയ്ഡിലെ കോൺക്രീറ്റ് അടർന്നു വീണ അധ്യാപികയ്ക്ക് പരിക്ക്. കോഴിക്കോട് മുക്കം നഗരസഭയിലെ മുത്തേരി GLP സ്കൂളിൽ ഇന്നലെ ഉച്ചയ്ക്കാണ് സംഭവം ഉണ്ടാകുന്നത്. ഉച്ചഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങിയ സമയത്താണ് കെട്ടിടത്തിന്റെ 1ാം നിലയിലെ സൺഷെയ്ഡിലെ കോൺക്രീറ്റ് അടർന്നു വീണ് അധ്യാപികയ്ക്ക് തലയ്ക്ക് പരിക്കേറ്റത്. കഴിഞ്ഞ 4 ദിവസം മുൻപാണ് കോഴിക്കോട് തന്നെ ഈ സ്ലാബ് തകർന്നു വീണ് 4 ജീവൻ പോയത്.
അതിന് പിന്നാലെയാണ് ഇപ്പോൾ സ്കൂളിൽ, അതും കുട്ടികളൊക്കെ പഠിക്കുന്ന വർക്കിംഗ് ഡേ ആയുള്ളൊരു ദിവസം തന്നെയായിരുന്നു ഇന്നലെ. അത് ആ ദൃശ്യങ്ങൾ കാണാം. ഒരു പഴയ കെട്ടിടമാണ് എന്നുള്ളതാണ് കരുതുന്നത്. ഒരു കൃത്യമായ രീതിയിലുള്ള ഒരു സുരക്ഷാ പരിശോധനയൊന്നും അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അതിനാൽ തന്നെയാണ് ഈ അപകടം ഉണ്ടാവുന്നത്. ഒരു വലിയ അപകടം നടക്കേണ്ടതായിരുന്നു, എന്തോ ഭാഗ്യം കൊണ്ട് വലിയ അപകടം ഉണ്ടാവാതിരുന്നു എന്നുള്ളതും ഒരു കാര്യം തന്നെയാണ്. എന്തായാലും കുഞ്ഞുങ്ങൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. അധ്യാപികയ്ക്കാണ് ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നത് എന്നുള്ളതാണ് അറിയുന്നത്. ഡൽഹി മദ്യനയ കേസിൽ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെയും കോടതി പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കി. കുറ്റപത്രത്തിൽ ഇവർക്കെതിരെ ഒരു തെളിവും ഹാജരാക്കാൻ CBIക്ക് ആയിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതിയുടെ നടപടി. റോസ് അവന്യൂ കോടതിയിലെ സ്പെഷ്യൽ ജഡ്ജി ജിതേന്ദർ സിംഗിന്റേതാണ് സുപ്രധാന വിധി. കേസിൽ പ്രതിപട്ടികയിലുണ്ടായിരുന്ന 23 പേരെയും കോടതി കുറ്റവിമുക്തരാക്കി. അന്വേഷണത്തിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയ കോടതി CBIക്കെതിരെ രൂക്ഷ വിമർശനവും നടത്തി. തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ 3ാം മുറിയിൽ പോലീസുകാരെ സസ്പെൻഡ് ചെയ്യും. ഗ്രേഡ് SI അടക്കം 4 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സസ്പെൻഡ് ചെയ്യുക. പോലീസുകാർ കുറ്റക്കാരാണെന്ന് അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്ന സാഹചര്യത്തിലാണ് തുടർ നടപടി എടുക്കുക. ബൈക്ക് മോഷണ കേസ് പ്രതി ജിനുവിനെ ക്രൂരമായി മർദ്ദിച്ചെന്ന കേസിലാണ് നടപടി. കസ്റ്റഡി മർദ്ദനത്തിൽ ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ 4 പോലീസുകാർക്കെതിരെയാണ് നടപടി വരാൻ പോകുന്നത്. ബൈക്ക് മോഷണ കേസിലെ പ്രതികളായ ജിനു, ഉണ്ണി എന്നിവരെ സ്റ്റേഷനിൽ ക്രൂരമായി മർദ്ദിച്ചതായി അന്വേഷണ റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രേഡ് SI ഉൾപ്പെടെ 4 പേരെ സസ്പെൻഡ് ചെയ്യാൻ പോലീസ് തലപ്പത്ത് ധാരണയായിട്ടുണ്ട്. ഇതിനു പുറമെ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടിക്കും സാധ്യതയുണ്ട്. തിരുവനന്തപുരം DCP നടത്തിയ അന്വേഷണത്തിൽ കസ്റ്റഡി രേഖകളിലും പോലീസ് കൃത്രിമം കണ്ടെത്തിയിരുന്നു. ജിനു, ഉണ്ണി എന്നിവർക്കാണ് പോലീസുകാരിൽ നിന്ന് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ജിനുവിനെ മെഡിക്കൽ കോളേജിലെ ICUവിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ജിനുവിന്റെ വൃക്കകൾക്കും മസിലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലാ ജയിലിലെത്തിച്ച ഉടനെ ശാരീരിക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ഇരുവരെയും ആശുപത്രിയിലേക്ക് മാറ്റിയത്. എന്നാൽ വൈദ്യപരിശോധനാ സമയത്ത് ഇരുവരും മർദ്ദനമേറ്റ വിവരം അറിയിച്ചിരുന്നില്ല എന്നാണ് ഫോർട്ട് പോലീസ് പറയുന്നത്. പ്രതികളുടെ അറസ്റ്റ് രേഖകളിലും കസ്റ്റഡി രജിസ്റ്ററിലും ഉൾപ്പെടെ സംശയം വന്ന സാഹചര്യത്തിൽ DCP അന്വേഷണം നടത്തുകയായിരുന്നു. മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഡാറ്റ ചോർച്ചയിൽ പുതിയ തെളിവുകൾ പുറത്തുവിട്ട മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചാണ് രമേശ് ചെന്നിത്തല OSDയുടെ കത്ത് ഉൾപ്പെടെയുള്ള രേഖകൾ പുറത്തുവിട്ടത്. ഫെബ്രുവരി 7-ന് എഴുതിയ കത്ത് ചട്ടലംഘനമാണെന്നും മുഖ്യമന്ത്രിക്ക് ആ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ വിവരങ്ങൾ ചോർന്നുവെന്നും ഇത് ഗുരുതരമായ കുറ്റകൃത്യമാണെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ പേര് ചേർത്തിട്ടുള്ള മുഴുവൻ സ്ത്രീകളുടെയും വ്യക്തിഗത വിവരങ്ങൾ സർക്കാർ ചോർത്തിയെടുക്കുകയാണ്. സർക്കാർ ജീവനക്കാരുടെ കാര്യം മാത്രമല്ല, ലക്ഷക്കണക്കിന് സ്ത്രീകളുടെ വ്യക്തിഗത വിവരങ്ങൾ ഇതുവഴി സർക്കാരിൻ്റെ കൈകളിൽ, മുഖ്യമന്ത്രിയുടെ കൈകളിൽ എത്തിച്ചേരുകയാണ്. ഇന്ന് കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ കയ്യിൽ എത്തിച്ചേരുക എന്നതിൻ്റെ അർത്ഥം CPMന്റെ കൈകളിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. ഗവൺമെൻറ്റും പാർട്ടിയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ്. ഈ പദ്ധതിയിൽ, സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ 35 വയസ്സ് കഴിഞ്ഞ മുഴുവൻ സ്ത്രീകളും, ലക്ഷക്കണക്കിന് സ്ത്രീകൾ അതിലുണ്ട്. അവരുടെ വ്യക്തിഗത വിവരങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിക്കുന്ന IT സെക്രട്ടറി കൂടിയായ OSD ശ്രീ സാംബശിവറാവു ചോർത്തിയെടുത്തത്. ഇതിൻ്റെ തെളിവായി ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിക്കുന്ന OSD 7/2/2026 പുറപ്പെടുവിച്ച ഒരു കത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ, നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. പ്രായപൂർത്തിയാകാത്തവരടക്കം വിവിധ പീഡന കേസുകളിലെ ഇരകളുടെ പേരും വിവരങ്ങളും വെളിപ്പെടുത്തിയ സംഭവത്തിൽ മുൻ DGPയും നിലവിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലറുമായ R ശ്രീലയ്ക്കെതിരെ പോക്സോ കേസെടുത്തു. തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് FIR രജിസ്റ്റർ ചെയ്തത്. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് നടപടി. പൗരാവകാശ പ്രവർത്തകനായ R ജയചന്ദ്രൻ നൽകിയ പരാതിയിലാണ് മ്യൂസിയം പോലീസ് കേസെടുത്തത്.
നിയമത്തെക്കുറിച്ച് വ്യക്തമായി അറിവുള്ളയാൾ പോക്സോ കേസിലെ അതിജീവിതമാരുടെ പേരുവിവരങ്ങളടക്കം വെളിപ്പെടുത്തുന്നതും അവഹേളിക്കുന്നതും ഗുരുതര കുറ്റമാണെന്ന് പരാതിയിൽ പറയുന്നു. ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിനിയുടെ പേര് യൂട്യൂബ് ചാനലിലൂടെ മുൻപ് വെളിപ്പെടുത്തിയതിന് പോക്സോ ഉൾപ്പെടെ ചുമത്തിയാണ് ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത്. ശ്രീലേഖയ്ക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പൗരാവകാശ പ്രവർത്തകൻ ആർ ജയചന്ദ്രൻ പരാതിയുമായി തിരുവനന്തപുരം മ്യൂസിയം പോലീസിനെ സമീപിച്ചിരുന്നു. എന്നാൽ മ്യൂസിയം പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരുന്നില്ല. ഇതിനെ തുടർന്ന് പരാതിക്കാരൻ കോടതിയെ സമീപിക്കുകയായിരുന്നു. മുൻ DGP ആയിരുന്ന ശ്രീലേഖയുടെ ശക്തമായ സ്വാധീനം മൂലമാണ് പോലീസ് നടപടി സ്വീകരിക്കാതിരുന്നതെന്നും ആക്ഷേപമുയർന്നിരുന്നു. പരാതിയും പ്രാഥമിക തെളിവുകളും പരിശോധിച്ച കോടതി ശ്രീലേഖയ്ക്കെതിരെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ പോലീസിന് നിർദ്ദേശം നൽകി. പരാതിക്കാരനു വേണ്ടി അഭിഭാഷകനായ അഡ്വക്കേറ്റ് M അനിൽകുമാർ കോടതിയിൽ ഹാജരായി. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. കണ്ണൂരിൽ KSU പ്രവർത്തകരുടെ പ്രതിഷേധത്തിനിടെ പരിക്കേറ്റ ആരോഗ്യമന്ത്രിയെ പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. മന്ത്രിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനാണ് തീരുമാനം. രാത്രി ഓൺലൈനായി ചേർന്ന മെഡിക്കൽ ബോർഡ് യോഗത്തിലാണ് തീരുമാനം ഉണ്ടായത്. 4 മണിയോടെ റോഡ് മാർഗ്ഗം മന്ത്രിയും സംഘവും തിരുവനന്തപുരത്തേക്ക് തിരിച്ചു. സ്വന്തം വാഹനത്തിലാണ് യാത്ര തിരിച്ചത്. കണ്ണൂരിൽ മന്ത്രി വീണ ജോർജിന് നേരെ കരിങ്കൊടി കാണിച്ച KSU നേതാവിന്റെ വീടിന് നേരെ ബോംബേർ. വടകര തോടന്നൂരിലെ വീടിന് നേരെയാണ് പുലർച്ചെ 2:30 മണിയോടെ ബോംബെറിഞ്ഞത്. വീടിന്റെ മുൻവശത്ത് നിന്നാണ് എറിഞ്ഞത്. ജനൽ ചില്ലകൾക്കും ചുമരിനും കേടുപാട് പറ്റി. KSU കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയാണ് ബിഥുൻ ബാലൻ. സൗണ്ട് കേട്ട് ഞാനും ഭാര്യ ഞെട്ടി. അപ്പം ഭാര്യ പറഞ്ഞു, ഇപ്പം വാതിൽ ഇപ്പം തുറക്കണ്ട, പുറത്തുനിന്ന് ആള് വന്നു കഴിഞ്ഞാൽ വന്നിട്ടേ തുറക്കണ്ടു. ഞങ്ങള് അപ്പുറത്തെ റൂമിലാണ് സാധാരണ കിടക്കല്. ഞാൻ പറഞ്ഞ് ഇപ്പത്തേല് കിടന്നാൽ മതി. ഓള് പറഞ്ഞു അതിൽ തന്നെ കിടക്കാന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് ഇതിൽ കിടക്കാറ്. അതിന്റെ ആണെങ്കിൽ ഉറപ്പാന്ന്. ഞാൻ രണ്ടാളും മരിച്ചത്. CPM ആണ് ഇതിന്റെ കാര്യമായ എല്ലാ ആസൂത്രണവും വലിയ ചെയ്തിട്ടാണ് ഓല അടിച്ചത്. ശബരിമലയിലെ കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായി നടന്മാരായ മോഹൻലാലിന്റെയും ദിലീപിന്റെയും മൊഴി രേഖപ്പെടുത്തി വിജിലൻസ്. സ്വർണം സംഭാവന നൽകിയതിന്റെ വിവരങ്ങളാണ് വിജിലൻസ് പ്രത്യേക സംഘം തേടിയത്. സുഹൃത്തായ സുരേഷ് ഗോപിയാണ് സ്വർണം സംഭാവന നൽകണമെന്ന് അഭ്യർത്ഥിച്ചതെന്ന് മോഹൻലാൽ മൊഴി നൽകി. തിരുവനന്തപുരത്തെ ജ്വല്ലറിൽ നിന്ന് 2 പവൻ സ്വർണം വാങ്ങിയ സുഹൃത്ത് വഴി പമ്പയിൽ എത്തിച്ചുവെന്ന് മോഹൻലാൽ മൊഴി നൽകിയിട്ടുണ്ട്. കണ്ണൂർ ആറളം ഫാമിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടു. 10ാം ബ്ലോക്കിലെ അനീഷാണ് മരിച്ചത്. പുലർച്ചെ 4 മണിയോടെയാണ് സംഭവം. വീട്ടുമുറ്റത്ത് നിൽക്കുകയായിരുന്ന അനീഷിന് നേരെ കാട്ടാന പാഞ്ഞെടുക്കുകയായിരുന്നു. മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ദ കേരള സ്റ്റോറി 2 2ആഴ്ചത്തേക്ക് സ്റ്റേ ചെയ്ത സിംഗിൾ ബെഞ്ചിനെതിരായ അപ്പീലിൽ ഡിവിഷൻ ബെഞ്ച് ഇന്ന് വിധി പറയും. ഇന്നലെ ഉച്ചയ്ക്ക് ചിത്രം സ്റ്റേ ചെയ്ത സിംഗിൾ ബെഞ്ച് നടപടിക്ക് പിന്നാലെ നിർമ്മാതാക്കൾ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരുന്നു. ഹർജിയുടെ അടിയന്തര സ്വഭാവം കണക്കിലെടുത്ത് രാത്രി 7:30 തന്നെ വാദം കേൾക്കാനും കോടതി തയ്യാറായിരുന്നു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.